രശ്മിക മന്ദാനയുടെ ഒരു ടോക്സിക് ലവ് സ്റ്റോറി വന്നിട്ടുണ്ട്. ദ ഗേൾ ഫ്രണ്ട് നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ടോക്സിക് ലവ് സ്റ്റോറി എൻ്റെ ഒരു ഫേവറേറ്റ് ജോണർ ആണ്. പലരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആര് കാണുന്നു ടോക്സിക് ലവ് സ്റ്റോറി എന്നൊക്കെ. ഞാൻ കാണും ബിക്കോസ് ഐ എം എ ഡൈ ഹാർഡ് ഫാൻ ഓഫ് ടോക്സിക് ലവ് സ്റ്റോറി. സോ രശ്മിക മന്ദാനെ പറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട്, വെൻ ഇറ്റ് കംസ് ടു രശ്മിക മന്ദാന ഇറ്റ്സ് ഓൾ അബൌട്ട് ഗുഡ്നെസ്. ആ ഞാൻ തന്നെ മാറ്റി പറയണം, കിഡു പെർഫോമൻസ് ആയിരുന്നു. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല രശ്മികയെ പറ്റിയിട്ട് ഇങ്ങനെ വാതോരാതെ സംസാരിക്കേണ്ട ഒരു ഡേ വരുന്നു. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ദിസ് മൂവി ഈസ് ആക്ച്വലി വെരി നൈസ്. സോ ഇതൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഹൗ എ ഗായ് ഷുഡിൻ ബി. അങ്ങനെ പറയുന്നേക്കാളും ഹൗ എ റിലേഷൻഷിപ്പ് ഷുഡിൻ ബി, അല്ലെങ്കിൽ ഹൗ എ പേഴ്സൺ ഷുഡിൻ ബി, അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമ്മൾ ഒരാളെ മാത്രം കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. ഈ സിനിമയിൽ ഫെമിനിസം പറയുന്നുണ്ട്, ഇക്വാലിറ്റി പറയുന്നുണ്ട്, ടോക്സിസിറ്റി പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. പക്ഷെ അവരൊരു ജെൻഡറിനോട് ഹെയ്റ്റ് കാണിക്കില്ല. ഇപ്പൊ നായകൻ ടോക്സിക് ആണ്, നായകന്റെ ഫ്രണ്ട്സ് ടോക്സിക് ആണ്, കൊച്ചിന്റെ തന്തപ്പുഴി ടോക്സിക് ആണെങ്കിലും ആ നായകന്റെ ഫ്രണ്ട്സിൽ ഒരുത്തൻ നല്ലവനുണ്ട്. അവൻ പറയുന്നുണ്ട് ഇത് തെറ്റാണ്. എന്നാൽ ഈ സിനിമ ഈ ഇൻഡസ്ട്രിയിലാണ് എടുത്തു വെച്ചാൽ ഈ ഒരു ജെൻഡർ തന്നെ തന്തയില്ലാത്തവന്മാരെ അലവലാദികളാണ് ആ ഒരു രീതിയിലോട്ട് പോയിണ്ടാവും. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഈ സിനിമയോട് ഭയങ്കര റെസ്പെക്ട് ആണ് തോന്നിയത്. അതുകൊണ്ടാണ് എനിക്ക് ഈ സിനിമ ഭയങ്കര ഇഷ്ടമായത്. രശ്മിക മന്ദാനയുടെ ക്യാരക്ടർ ഭയങ്കര ഒരു ഇന്നസെൻസ് ഓളാ, വായയിൽ വിരലിട്ട കടിക്കില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ആ കൊച്ചു ക്യൂട്ട്നെസ് കാണിക്കുമ്പോൾ ഇറിറ്റേറ്റിംഗ് ആയി തോന്നുന്നില്ല. ഭയങ്കര പാവുള്ള ഒരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിന് അത്രയും ഒരു അലവലാതി ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയാം. അനു ഇമാനുവൽ ഈ സിനിമയിലുണ്ട്. കുറെ കാലമായി കൊച്ചിന്റെ ഒരു പടം കണ്ടിട്ടു. കിഡു പറഞ്ഞ രശ്മികയുടെ ഒരു പടി മുകളിലായിരുന്നു. ആളൊരു മോഡൽ പോലെയൊക്കെയാണ്. ഇവര് തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ്, രശ്മികയും അതേപോലെ തന്നെ അനു ഇമാനുവലും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ആ സമയത്ത് ആ അഴുക്ക ചെറുക്കൻ വരുമ്പോൾ അത് മാറി നിൽക്കടാ എന്ന് പറയാനാണ് തോന്നിയത്. ആൻഡ് ദ ടോക്സിക് ഗായ്, അഴുക്ക ചെറുക്കൻ, ആള് മറ്റേ ബ്ലിങ്ക് സിനിമയിലെ നായകനാണ്. ഓ ഇജാതൊരു അലവലാതി ചെറുക്കൻട്ടാ. അവൻ പറയാണ് കാമുകിയുടെ അടുത്ത്, കാമുകി വന്നിട്ട് ഇവന്റെ റൂം വൃത്തിയാക്കി കൊടുക്കണം, അവന്റെ ജാട്ടി അലക്കി കൊടുക്കണം. ഏത് വുമൻസ് ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ട് മെൻസ് ഹോസ്റ്റലിൽ വന്നിട്ട്, എന്നിട്ട് ഇവന് ഭക്ഷണം വാരി വായക്ക് കൊടുക്കണം, എന്നാലേ അവൻ തിന്നുള്ളൂ. ഈ ഒരു പരട്ട അലവലാതി ക്യാരക്ടർ. ആൻഡ് അവൻ പറയണ അമ്മ ഉണ്ടാക്കണതൊന്നും ഇപ്പൊ ടേസ്റ്റ് ഇല്ല, അതുകൊണ്ട് ഇനിയോട്ട് കിച്ചൺ നീ ടേക്ക് ഓവർ ചെയ്യുന്നു. ഏത് ഈ ലിറ്ററേച്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിന്റെ അടുത്ത്, നിനക്ക് എന്നാലും ഉണ്ടാക്കി തിന്നാൻ വയ്യല്ലേ. സോ ഈ സിനിമയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ലിറ്ററേച്ചർ എടുത്തു എന്ന് രശ്മികയോട് ചോദിക്കിട്ടു. ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് കൊടുക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഈ ഇന്നസെൻസ് ഓളായ കൊച്ചിനിട്ട് ആ ചെക്കൻ ദ്രോഹിക്കുന്ന കാണുമ്പോൾ തല്ലി കൊല്ലാനാണ് തോന്നുന്നത്. അജാതി ഒരു പേട്ട പരട്ട ക്യാരക്ടറാണ്. ഈ കോളേജിലൊക്കെ കുറെ അലവലാദികൾ ഉണ്ടാകും, സപ്ലിയും വെച്ചിട്ട് ഈ മറ്റേ ഗഞ്ചാവ് അടിച്ചിട്ട് വലിയ ഹീറോ ആണ്, മാസാണ് പറഞ്ഞ് നടക്കുന്നത്. അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഹീറോന് രശ്മിക മന്ദാനയാണ് ഇഷ്ടം. രശ്മിക മന്ദാന ഭയങ്കര പാവം സോളാ. ആരെന്ത് പറഞ്ഞാലും എതിർത്ത് പറയാൻ ആ കൊച്ചിന് വയ്യ. കാരണം ആ കൊച്ച് ഓൾറെഡി ഒരു ട്രോമയെ കൂടെ പോണ്ട്, തന്തപ്പിടി വേറെ ടോക്സിക്ക. എന്നാൽ നമ്മുടെ അനു ഇമാനുവലിന് ഈ ഹീറോനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നടക്കുന്ന പരിപാടിയൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. ടുവേർഡ്സ് ലാസ്റ്റ് ഒക്കെ രശ്മികയുടെ ഒരു ട്രാൻസിഷൻ ഉണ്ട്. ആൻഡ് ഈ സിനിമയിൽ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് സീൻ ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ടോക്സിക് മാരേജസ് സ്കെയറിയാണ്, റിലേഷൻഷിപ്പ് സ്കെയറിയാണ് എന്നുള്ളത് ആ ചെക്കന്റെ അമ്മയെ കാണിക്കുമ്പോൾ മനസ്സിലാവും. അയ്യോ അത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സീനാ. ഒരു ടോക്സിക് മാരേജിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു ആ സീൻ. അത് കണ്ടപ്പോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയി. അതുകൊണ്ടാണ് എപ്പോഴും പറയാം മാരേജ് ഭയങ്കര സ്കെയറിയാണ്. ഇല്ലെങ്കിൽ ഇല്ലാന്നേ ഉള്ളൂ, റിലേഷൻഷിപ്പും ഇല്ലെങ്കിൽ ഇല്ലാന്നേ ഉള്ളൂ, സമാധാനത്തിൽ ഇരിക്കുക. ആൻഡ് ഇതില് മറ്റേ രശ്മികയുടെ പ്രൊഫസറായിട്ട് അഭിനയിച്ച ആള് അടിപൊളിയായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇതിൽ അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇവൻ ഞാൻ ഹീറോനെ അഴുക്ക ചെറുക്കൻ എന്നൊക്കെ വിളിച്ചാലും ആള് ആ ക്യാരക്ടർ ഭയങ്കര വൃത്തിക്കായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ടുവേർഡ്സ് ലാസ്റ്റ് നമ്മുടെ രശ്മികയുടെ ഒരു ട്രാൻസിഷൻ ഒക്കെ പെട സാധനമായിരുന്നു. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ഹിഷാം അബ്ദുൽ വഹാബ് ആണ്. അത് ആദ്യത്തെ മ്യൂസിക് വർക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, യൂഷ്വൽ സാധനം തന്നെ. പക്ഷെ ഇതില് ഒരു സോൾ മിസ്സിംഗ് ആണ്, ഒരു ആവറേജ് വർക്ക് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ദ ഗേൾ ഫ്രണ്ട്. പലർക്കും പല ഒപ്പീനിയൻ ആയിരിക്കും. സോ കണ്ടവര് അഭിപ്രായം പറയാ, കാണാത്തവര് പോയി കാണുക. ഐ തിങ്ക് എല്ലാ ഭാഷയിലും അവൈലബിൾ ആ. ട്രൈ ഇറ്റ് ഔട്ട്.